ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻസ്. അതായത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് പല ആളുകളും എന്താ പറയുക ബുദ്ധിമുട്ടുന്ന ഒരു ടോപ്പിക്കാണ് ആക്ച്വലി റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കും. ഓക്കേടാ, എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ വരാറുള്ളൂ. ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ് ആക്ച്വലി പ്ലസ് ടുവിലെ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ്. കുറേ പേർക്കാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നമ്മൾക്ക് എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചു പോകണ്ട, മെമ്മറൈസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് റിലേഷൻ ഫംഗ്ഷനിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അത് മറക്കരുത്. നിങ്ങളെ ലൈക്കിൻ്റെ എണ്ണം കുറവാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുണ്ടെന്ന് അറിയുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കേടാ, ഫ്രണ്ട്സിലോട്ടൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എടാ, ഫസ്റ്റ് വളരെ ഈസിയാണ് കേട്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നാളത്തെ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്യാം. എടാ, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് രണ്ട് സെക്ഷനാണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നമ്മൾ പിരിച്ചിട്ടുള്ളത്. ചാപ്റ്ററിന്റെ ഹെഡിങ് പോലെ തന്നെ റിലേഷൻ ഫംഗ്ഷൻ രണ്ട് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത് റിലേഷൻ എങ്ങനെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾ റിലേഷൻ പഠിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഇതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാണാപാഠം പഠിക്കുകയേ വേണ്ട ഈ ചാപ്റ്റർ. ആദ്യമേ പറയാം, കാണാപാഠം വേണ്ട. നോക്കാം, ഫസ്റ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ് ആക്ച്വലി നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് റിലേഷൻ. എടാ, ഈ ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, 3 ടൈപ്പ് ഉണ്ട്. ബേസിക്കലി 3 ടൈപ്പ് ഉണ്ട്. ഒന്നാണ് നമ്മുടെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. എടാ, ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് നോക്കേ. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇതാടാ, ഒരേപോലത്തെ നമ്പറുകളെയാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പോയി കണ്ണാടി നോക്കുന്നു. ഞാൻ പോയി കണ്ണാടി നോക്കി എന്താ ഉണ്ടാവുക? എന്നെ തന്നെ വീണ്ടും കാണും അല്ലേ? ഇതേപോലെ തന്നെ ഒരു നമ്പർ, നമ്മളിവിടെ എക്സാമിന് പ്രോബ്ലത്തിൽ ഞാനോ നിങ്ങളോ അല്ല, നമ്പേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. സോ ഒരു റിയൽ നമ്പർ 1 എന്ന് പറയുന്ന റിയൽ നമ്പർ കണ്ണാടി പോയി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? 1 തന്നെ റിഫ്ലക്ട് ചെയ്യും, 1 തന്നെ റിഫ്ലക്ട് ചെയ്യും. ദാറ്റ് ഈസ് 1,1 അല്ലേ? 2,2. ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ആയത് ഒരേപോലത്തെ നമ്പറുകളെയാണ് നമ്മൾ സിംപ്ലി എന്ത് വിളിക്കുന്നത്? റിഫ്ലെക്സീവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പേര് പോലെ തന്നെ റിഫ്ലെക്സീവിൽ ആ നമ്പർ ഉണ്ട്, സെയിം നമ്പർ 1, 1, 2, 2, 3, 3. ഇത്തരത്തിലുള്ള നമ്പറുകളെയാണ് എന്ത് വിളിക്കുന്നത്? റിഫ്ലെക്സീവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ജനറലി നമ്മൾ ചുമ്മാ നമ്മൾ A, A എന്നൊക്കെ പറയുന്നു മാത്രം. A, A ഓർ B, B, C, C ഏതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ A എന്തുണ്ടായിരിക്കണം? കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആ സ്മോൾ ലെറ്റർ A ബിലോങ്സ് ടു A ആയിരിക്കണം. നമുക്ക് തരുന്ന പ്രോബ്ലത്തിലുള്ള നമുക്ക് തരും, കണ്ടീഷൻ തരും. A ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പൊ സെറ്റ് ഓഫ് ഓൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ മാക്സിമം മിററിംഗ് എങ്ങനെ വരുള്ളൂ? മാക്സിമം 3, 3 വരെ വരാൻ പാടുള്ളൂ. അതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ നോക്കാം കേട്ടോ. ബേസിക്കലി സോ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ A, B, B സെയിം നമ്പർ. വിട്ടുകളയാ, അടുത്തതിലോട്ട് പോവാം. അടുത്ത് നോക്കടാ, സിമെട്രിക്. സിമെട്രിക് പഠിക്കാൻ അത്ര സിമ്പിൾ ആണ്. എല്ലാവർക്കും അറിയാം സിമെട്രിക് പഠിക്കാനൊക്കെ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ മക്കളേതാ 1, 2 ഇലോങ്സ് ടു റിലേഷനിൽ ഉണ്ടെങ്കിൽ, അപ്പൊ കുറെ പേര് എന്താണ് സാറേ ഈ റിലേഷൻ? അതൊക്കെ നമുക്ക് നോക്കാം. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾ പ്രകാരം തരുന്ന ഒരു നമുക്കൊരു ഗിവൺ സെറ്റുകൾ തരും. അത് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിലോട്ട് പോവാണ്ട്. പ്രോബ്ലത്തിൽ വരുമ്പോൾ ഞാൻ ക്ലിയർ ആക്കി തരാം. സോ 1,2 ഇലോങ്സ് ടു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? 2,1 ആണ്. ജനറലി A, B അതിനെ തിരിച്ച് പറയാം, B, A. അപ്പൊ 1,2 ഇലോങ്സ് ടു റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിവേഴ്സ് എന്താണ്? 2,1 ഇലോങ്സ് ടു റിലേഷൻ. ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇത് ഉണ്ടെങ്കിൽ എന്തിൽ? ഒരു റിലേഷനിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് തരുന്ന ഒരു Rൽ ഇപ്പൊ 1,2 2,1 ഉണ്ട് എന്ന് വിചാരിച്ചോ. സോ ഈ റിലേഷൻ നമുക്ക് സിംപ്ലി എന്ത് പറയാം? ഒരു എന്ത് പറയാം? സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാം. കാരണം എന്താ? 1,2 ഉണ്ട്, അതുകൊണ്ട് 2,1 ഉണ്ട്. അഡീഷണലി ഇതിൻ്റെ ഉള്ളിൽ ഒരു 1,3 ആഡ് ഓൺ വന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ റിലേഷൻ എന്തല്ല? സിമെട്രിക് റിലേഷൻ അല്ല. കാരണം എന്താ? 1,2ന്റെ 2,1 ഉണ്ട്, ഓക്കെ. പക്ഷെ 1,3യുടെ എന്തില്ല ഇതില്? 3,1 ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്താവൂല? സിമെട്രിക് ആവൂല. അതൊക്കെ നമുക്ക് ഇനി പ്രോബ്ലത്തിൽ കൂടെ കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. സോ ദാറ്റ് ഈസ് സിമെട്രിക്. A, B. അപ്പൊ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് എന്ത് പറയടാ? A, B ബിലോങ്സ് ടു റിലേഷൻ ഇംപ്ലൈസ് ദാറ്റ് തിരിച്ചെന്ത് വേണടാ? B, A ബിലോങ്സ് ടു റിലേഷൻ. വേറൊരു കണ്ടീഷൻ എന്താണ്? ഫോർ ഓൾ എയും ബിയും എന്തിലുണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ A എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിൽ ഉണ്ടായിരിക്കണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ലാസ്റ്റ് വൺ ആടാ എന്ത്? ട്രാൻസിറ്റീവ് എന്ന് പറയും. സോ ട്രാൻസിറ്റീവ് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും പേടിയാണ് ട്രാൻസിറ്റീവ് വരുമ്പോൾ ടെൻഷനാണ്. ട്രാൻസിറ്റീവ് വരുമ്പോൾ ടെൻഷൻ അടിക്കണം. ട്രാൻസിറ്റീവ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു 1,2 ഇലോങ്സ് ടു റിലേഷൻ ഉണ്ട്. ആൻഡ് എപ്പോഴും ട്രാൻസിറ്റീവ് പറയുക 2 പെയർ ഓഫ് റിലേഷൻ വെച്ചും കൊണ്ടാണ്, 2 പെയർ വെച്ചും കൊണ്ടാണ്.
ആ പെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതത്തിലുള്ളൂ 1,2 ആണെങ്കിൽ ആ 2ൽ എൻഡ് ചെയ്യുന്ന ഒരു പെയർ വേണം പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ A, B ബിലോങ്സ് ടു റിലേഷൻ. അത് മാത്രമല്ല ഒരു പെയറും കൂടെ നമ്മൾ എടുക്കണം. ആ എടുക്കുന്ന പെയർ എന്താവണം? കണ്ട, ആ ബി എന്ന് പറയുന്നത് കോമൺ ആണോ? നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 1,2 എന്ന് എടുത്തെന്ന് വിചാരിച്ചോ, പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയർ എടുത്തു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ടാൾക്കാർ എന്താ അവിടെ യോജിപ്പും കട്ടായി പോകുന്നു വിചാരിച്ചോ, റിമൈനിങ് എന്ത് കിട്ടും? A, C എന്തിലുണ്ടായിരിക്കണം? ആ നമുക്ക് ഗിവൺ റിലേഷൻ നമുക്ക് തരും, പ്രോബ്ലത്തിൽ തരും ഒരു R എന്ന് പറഞ്ഞിട്ട്. ആ റിലേഷനിൽ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാടാ? ട്രാൻസിറ്റീവ്. ഇല്ലെങ്കിൽ നോട്ട് എന്താടാ? ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എടുക്കുമ്പോൾ കണ്ടീഷൻ എന്താണ്? രണ്ട് ഓർഡേർഡ് പെയർ എടുക്കുമ്പോൾ രണ്ട് ഓർഡേർഡ് പെയർ എന്തുണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇത് ഉണ്ടാവുമ്പോൾ 2 കട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,3 കിട്ടും. ഈ 1,3 റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ മക്കളെ. ഇതിൽ നമുക്ക് വളരെ ഈസിയാണ് മക്കളെ, പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. എടാ ഫസ്റ്റ് പ്രോബ്ലം നോക്ക്. എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ. അത് സിമ്പിൾ ആണ്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എക്സാമിന് ചോദിക്കുക റിലേഷനിൽ ഏറ്റവും കൂടുതൽ ചാൻസ് 1 മാർക്കിനൊക്കെയാണ്. 1 മാർക്കിലൊക്കെ അല്ലെങ്കിൽ 2 മാർക്കിലൊക്കെ അവസാനിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കടാ. ലെറ്റ് ആർ ബി ദ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഒക്കെയാണ്, പക്ഷേ സിമ്പിൾ ആണ്. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓഫ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആർ. സിംപ്ലി ആർ. നമുക്ക് 6 തന്നിട്ടുണ്ട്. നമ്മളിവിടെ നോക്കേണ്ടത് ഈ 6 ഉള്ളൂ. 6. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ നമ്പർ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4 എക്സെട്ര ബ്ലാ 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 നമ്പേഴ്സ്. ഓക്കെ, A, B. ഇവിടെ കണ്ടീഷൻ എന്താടാ? ഞാൻ ഇവിടെ കാണിക്കാം. A - B ഗ്രേറ്റർ ദാൻ 2, B ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ B ഗ്രേറ്റർ ദാൻ 3, 3നെയും കാട്ടിയും വലുതായിരിക്കണം B അല്ലേ? അപ്പൊ ജനറലി A, B ആണ്. അപ്പൊ 3നെയും കാട്ടിയും വലുതായിരിക്കണം B എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരൊക്കെ കട്ട് ചെയ്യാം? 3നെയും കാട്ടിയും വലുതാണ്. ഈ പെയർ ഇപ്പൊ തന്നെ കട്ടായി പോയി. കാരണം എന്താ? ഇവിടെ B ഓൾറെഡി 1 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അതല്ല അല്ലെ? ബാക്കിയൊക്കെ എന്താണ്? 3നെയും കാട്ടിയും വലുതാണ്. പക്ഷെ ഇനി BCDയിൽ ഏതാ ഓപ്ഷൻ എന്നാണ് നോക്കേണ്ടത്. പക്ഷെ A - B 2നെയും കാട്ടിയും വലുതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക. ഇപ്പൊ ഈ പെയർ എടുക്കുക, C ആണെന്ന് വിചാരിക്കുക. സോ A - B എന്ന് പറഞ്ഞാൽ 8 - 1 1. 2നെയും കാട്ടിയും വലുതാണോ 1? 2നെയും കാട്ടിയും വലുതാണോ? ഇവിടെ 2നെയും കാട്ടിയും വലുതാണോ 1? അല്ല, ഇറ്റ്സ് റോങ്. അപ്പൊ ഇതും എല്ലാം നമുക്ക് ഉറപ്പായി. ഇനി 5,8 5,8 നമുക്ക് അറിയാം. ഇതാക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ആൻസർ എന്താ? നെഗറ്റീവ് നമ്പർ ആണ്. ഒരിക്കലും എന്തല്ല? ഈ വാല്യൂ അല്ല. സോ ഒബ്വിയസ്ലി ഈ ആൻസർ ആയിരിക്കണം അല്ലെ? കാരണം നിങ്ങൾ നോക്കുക, 10 - 6 ഗ്രേറ്റർ ദാൻ 2 ആണോ? ആണ് അല്ലെ? 4 ഗ്രേറ്റർ ദാൻ 2 ഒബ്വിയസ്ലി 2നെ കാട്ടി പൊളിച്ചിരിക്കുന്ന ഭാഗം വലുതാണ്. സോ ഒബ്വിയസ്ലി ഇതിന്റെ ആൻസർ എന്താടാ? ഓപ്ഷൻ ഡി ആണ്. ഇതുപോലത്തെ ഒരു 1 മാർക്ക് സാധ്യത ഉണ്ട്. പ്രീവിയസ് ഇയറിന് വന്ന പോലെ എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റിലേഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാടാ. ഇവിടെ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് സാധ്യത, റിലേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നോക്കണം, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ചിലർക്ക് ടെൻഷൻ, എന്തപ്പ ക്വസ്റ്റ്യൻ? ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കെ, കൺസിഡർ റിലേഷൻ A. ഇതാണ് ഞാൻ പറഞ്ഞ A എന്ന് പറഞ്ഞ സെറ്റ്. ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു A എന്ന് പറഞ്ഞ സെറ്റ് വരുന്നു. അപ്പൊ 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന എലമെന്റുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റിലേഷൻ ഉണ്ടാക്കുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കല്ല് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുന്നു വെച്ച കല്ല് 1, 2, 3, 4, 5, 6 ഈ കല്ല് ഉപയോഗിച്ചും കൊണ്ടേ നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ. മനസ്സിലായ? അപ്പുറത്തുള്ള കല്ലെടുക്കാൻ പാടില്ല. നമുക്ക് തന്ന ഓൾറെഡി 1 മുതൽ 6 വരെയുള്ള ബ്ലോക്ക് ഉപയോഗിച്ചും കൊണ്ടേ നമ്മൾ എന്ത് ചെയ്യുന്നത്? റിലേഷൻ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ R എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോടാ, അവർ പറയുന്നുണ്ട് A, B ആണ്. എയും ബിയും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, കുഴപ്പമില്ല. A ഡിവൈഡ്സ് B. കുറേ പേർക്ക് പേടി A ഡിവൈഡ്സ് B. നീ നോക്കി നോക്കി, ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല കേട്ടാ. വരികയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 3 മാർക്ക് മിനിമം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 4 മാർക്ക് ഉണ്ടായിരിക്കും. മിനിമം 4 മാർക്ക് വരെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം വരികയാണെങ്കിൽ. സോ A ഡിവൈഡ്സ് B എന്ന് നിങ്ങൾ ചുമ്മാ എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക? ഇതാണ് നമ്മൾ ഹെഡിങ്, A ഡിവൈഡ്സ് B. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് ഓരോന്ന് പറയുന്നതാ. അതായത് 1 ഡിവൈഡ്സ് 1 മുതൽ 6 വരെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറെ പേർക്ക് ഡൗട്ടാ, സാർ അത് എന്താ പരിപാടി 1 മുതൽ 6 വരെ എന്ന്? അതായത് ഉദ്ദേശിക്കുന്നത് ഡിവിഷൻ എന്ന് പറയുന്നത് റിമൈൻഡർ 0 വരിക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി നോക്കേ, ഇതിനെല്ലാം എനിക്ക് എക്സാക്ട്ലി 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1/1, 2/1, 3/1, 4/1, 5/1. കാരണം ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് റിമൈൻഡർ എന്താ കിട്ടുന്നത്? 0 ആണ് അല്ലെ? ഏതൊരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. 2/1, 3/1 എല്ലാം 1, 1, 1 ആണ് അല്ലെ? സോറി, 1/1 1 ആണ്, 2/1 2 ആണ്, 3/1. അപ്പൊ ഇതിന്റെയൊക്കെ റിമൈൻഡർ എന്താടാ? 0. എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ഇനി നെക്സ്റ്റ് നമുക്ക് എടുത്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. 2 ഡിവൈഡ്സ്
നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഏത് മാത്രമേ പറ്റുള്ളൂ 2ഉം 4ഉം 6ഉം മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താ 1 ചെയ്താൽ 1/2 അല്ലെ, ഡെസിമൽ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ വാല്യൂ ആയിട്ട് പോകും. അതുപോലെ 3 ചെയ്യാൻ പറ്റില്ല, 3/2 1.5 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം, എക്സാക്ട്ലി ഡിവൈഡ് ചെയ്ത് പോകണം. അതുകൊണ്ട് 2ഉം 4ഉം 6ഉം മാത്രമേ പറ്റുള്ളൂ. ഒബ്വിയസ്ലി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടപട അടക്കാം. 3 ഡിവൈഡ്സ് ഏതൊക്കെ പറ്റുള്ളൂടാ, 3 and 6 ഓൺലി. 4 ഡിവൈഡ്സ് ഏത് മാത്രം പറ്റുള്ളൂടാ, 4 ഓൺലി. 5 ഡിവൈഡ്സ് ഏത് മാത്രം പറ്റുള്ളൂടാ, 5 ഓൺലി. 6 ഡിവൈഡ്സ് ഏത് മാത്രം പറ്റുള്ളൂടാ, 6 ഓൺലി. സോ ക്ലാരിറ്റി ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഓർഡേർഡ് പെയർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, നോക്കി നോക്കെ എന്താ പറയുന്നത്, A, B എന്നാ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. നിങ്ങൾ നോക്കുക, A, B ആടാ. അപ്പൊ A, B എങ്ങനെ എഴുതാം നോക്കേ, 1, 1, 1, 2, 1, 3, 1, 4, 1, 5, 1, 6. കാരണം ഇത് കംപ്ലീറ്റ് നമ്മൾ A ആയിട്ടാണ് എടുക്കുന്നത്, ഇത് കംപ്ലീറ്റ് B ആണ്. അപ്പൊ A, B എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പെയർ എങ്ങനെ വരുടാ, 1, 1 എഴുതിക്കോ 1, 2, 1, 3 ഡോട്ട് ഒന്നും നിങ്ങൾ ഇടരുത്, 1, 6 വരെ കംപ്ലീറ്റ് ചെയ്തോണം. ഒബ്വിയസ്ലി അടുത്ത് എത്ര വരടാ, 2, 2, 2, 4, 2, 6. എനിക്കിത് കാണാൻ പാടാണ്, നിങ്ങൾ എഴുതിക്കോ 3, 3 അതുപോലെ 3, 6 അതുപോലെ 4, 4 5, 5 6, 6. സോ ഈസി വൺ, എനിക്കിത് ബൈ ഹാർട്ട് ആടാ. സോ നിങ്ങൾ അത്ര ഈസി ആയിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് റിലേഷൻ കിട്ടി, R കിട്ടി. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചോക്കെ, റൈറ്റ് ഓൾ ദി എലിമെന്റ്സ് ഓഫ് R. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ ദി എലിമെന്റ്സ് ഓഫ് R. ഓക്കെ, കുറച്ച് എക്സാം നാളായത് കൊണ്ടാണ് വളരെ സ്പീഡിൽ പറയുന്നത്, നിങ്ങളെ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഷോ ദാറ്റ് R ഈസ് റിഫ്ലെക്സീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോടാ, ഷോ ദാറ്റ് R ഈസ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇപ്പം നിങ്ങൾ ഐഡിയ ഉണ്ട്, റിഫ്ലക്ഷൻ. കണ്ണാടി പോയിട്ട് നമ്പർ നോക്കിയാൽ അതേപോലത്തെ നമ്പർ കാണണം അല്ലേ. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ ഇവിടെ ഉണ്ടോ നോക്കിയാൽ റിഫ്ലക്ഷൻ അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താടാ, 1, 1 ഉണ്ടടാ, 2, 2 ഉണ്ടടാ അല്ലെ, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്, 5, 5 ഉണ്ട്, 6, 6 ഉണ്ട് അല്ലെ. ഇവരെല്ലാവരും റിലേഷനിലുണ്ട് അല്ലെ. ഓൾ ആർ ബിലോങ്സ് ടു റിലേഷൻ. സപ്പോസ് ഇതിൽ RR ഇല്ല എന്ന് വിചാരിച്ചോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നൊന്നുമില്ല, ചുമ്മാ ഞാൻ പറയാണ്, RR ഇല്ല എങ്കിൽ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. കാരണം 1, 2, 3, 4, 5, 6 ഇവരുടെ എല്ലാ ആളുകളുടെയും റിഫ്ലെക്സീവ് എലമെന്റ് ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പൊ ചാൻസ് ഇല്ല, നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം കേട്ടാ. സോ ഓൾ ആർ ബിലോങ്സ് ടു റിലേഷൻ, അതുകൊണ്ട് ഇത് എന്തെന്ന് പറയണം, റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. അപ്പൊ therefore ഇവിടെ എങ്ങനെ എഴുതണ്ട, R ഈസ്, ഇത് എക്സാമിന് ഇതുപോലെ പ്രസന്റ് ചെയ്യണം, R ഈസ് റിഫ്ലെക്സീവ്. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, ഈക്വലന്റ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സാറ് നേരത്തെ 3 ടൈപ്സ് പറയുമ്പോൾ സാറ് ഈക്വലൻസ് റിലേഷൻ പറഞ്ഞില്ലല്ലോ, ഞാൻ വിട്ടുപോയതാണ് ആക്ച്വലി. ഓക്കെ, ഈക്വലൻസ് റിലേഷൻ എന്താണെന്ന് നോക്കാം. എടാ ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, വളരെ സിമ്പിൾ ആണ്. ഈക്വലൻസ് റിലേഷൻ, സിമെട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്. നേരത്തെ പറഞ്ഞ, ഞാൻ അവിടെ പറയാൻ മറന്നു വിട്ടുപോയതാണ്, നേരത്തെ പറഞ്ഞ 3 ടൈപ്സ് റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇത് 3ഉം കൂടി ചേർന്നാൽ, അതായത് ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ, അങ്ങനെ ഒരു നേച്ചർ ആവുകയാണെങ്കിൽ അത്തരം റിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈക്വാലൻസ് റിലേഷൻ. ഈക്വാലൻസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും എളുപ്പം ഏത് ചെക്ക് ചെയ്യാനാ? ഇനിയിപ്പോ റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞു. ഇനി ട്രാൻസിറ്റീവ് ഉണ്ട്, സിമെട്രിക് ഉണ്ട്, ഏത് ചെക്ക് ചെയ്യാൻ എളുപ്പം? ട്രാൻസിറ്റീവ് ഇടങ്ങറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ പോകാതിരിക്കാൻ നല്ലത്. നിങ്ങൾ എന്ത് ചെക്ക് ചെയ്താൽ മതി, സിമെട്രിക് നോക്കിയാൽ മതി. കാരണം സിമെട്രിക് വളരെ ഈസിയാണ്. A, B ആണെങ്കിൽ B, A ഉണ്ടാന്ന് നോക്കാം. വളരെ ഈസി, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ റിലേഷനിൽ 1, 2 ഞാൻ എടുത്തു. 1, 2 മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്, നമ്പറൊക്കെ ഇട്ട് എഴുതിക്കോളണം. 1, 2 ഇലോങ്സ് ടു റിലേഷൻ, ഉറപ്പ്. തിരിച്ച് എന്തുണ്ടാവണം, 2, 1 ഇലോങ്സ് ടു റിലേഷൻ ഉണ്ടാവണം. 2, 1 ഇതിൽ ഉണ്ടാന്ന് നോക്കേ, ഇല്ല. അപ്പൊ ചിലർ ചോദിക്കും 1, 2 തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെടുത്തിട്ട് പറയാം. സോ 1, 2, 1 ഇല്ല, ഇവിടെ ഇങ്ങനെ ഇട്ടോളണം, ഇലോങ്സ് ടുന്റെ അവിടെ ഒരു വെട്ടിട്ടോളണം. therefore നമുക്ക് എന്ത് പറയാം, റിലേഷൻ ഈസ് നോട്ട് എന്തെന്ന് പറയാം, സിമെട്രിക് ആണെന്ന് ആദ്യം പറയാം അല്ലെ. ഇതൊരു സിമെട്രിക് ആണെന്ന്, നോട്ട് സിമെട്രിക് ആണെന്ന് പറയാം. നോട്ട് സിമെട്രിക് ആണെങ്കിൽ ഈക്വലന്റ് ആവോ? therefore നോട്ട് an equivalent blah 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 relation. There is not an equivalence relation. Okay, ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതാണെന്ന് നെക്സ്റ്റ് നമുക്ക് നോക്കാടാ, ഫംഗ്ഷനെ പറ്റി നോക്കാടാ. എടാ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ ഫംഗ്ഷൻ ആണ്, ഏറ്റവും എളുപ്പമാണ്. എടാ ഫംഗ്ഷന് നിങ്ങൾ ബേസിക്കലി നിങ്ങൾ എന്താണ് ഫംഗ്ഷൻ എന്നുള്ള ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എടാ ഈ 1, 1 ഓൺ ടു, ബൈജക്റ്റീവ്, ഇൻ ടു, എടാ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ ബേസിക്കലി നിങ്ങൾ നാളത്തെ എക്സാമിന് 1, 1 ഓൺ ടു എന്താന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ആണ് നാളെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോടാ. നമുക്ക് നോക്കാം.
ഫസ്റ്റ് എന്താണ് 1 1? ഇതൊരു ബേസ് ആണ്, അത് ചുമ്മാ ഒന്ന് പഠിച്ചു വെക്കണം. 1 1ഉം ഓൺട്ടും ഈ കേൾക്കുമ്പോൾ തന്നെ പേടിയാ. 1 1ഉം ചില ആളുകൾക്ക് ഓൺട്ടും. എടാ 1 1ഉം ഓൺട്ടുവിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ബൈജക്റ്റീവ് എന്നൊക്കെ പറയും. ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നില്ല. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മനസ്സിലാക്കി വെച്ചോ, എവിടെയെങ്കിലും 1 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രോബബ്ലി നാളെ അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഈ 1 1ഉം ഓൺട്ടും ഒരുമിച്ചുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരാണ് എന്ത്? ബൈജക്റ്റീവ് എന്നുള്ളത്. അതങ്ങനെ വിട്ടുകളാ. ഓക്കെ, ഇനി എന്താണ് 1 1 എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്തിരി ഉള്ളടാ 1 1. ഞാനിവിടെ 2 വെൻ ഡയഗ്രം അങ്ങനെ കാണിക്കാം. ഒരു വെൻ ഡയഗ്രം കാണിക്കാം. ചുമ്മാ അതിൽ ഞാൻ 1 2 3 4 വരച്ചു, ഇതിലും 1 2 3 4 എന്ന് വരച്ചു. റിയൽ ഫംഗ്ഷൻ തന്നെ ഞാൻ എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ അതിന്റെ പേര്. നമ്മൾ +1 പഠിക്കുന്നതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പൊ റിയൽ ഫംഗ്ഷൻ എടുത്തിട്ട് ഞാൻ കണക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ നമുക്കറിയാം എഫ് ഓഫ് 1 കൊടുത്താൽ എന്താ കിട്ടുക? 1. 2 കൊടുത്താൽ എന്താ കിട്ടുക? അല്ലെ, ഇവിടെയാണ് നമ്മൾ ഫംഗ്ഷന് 2 കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2. അപ്പോൾ 1ന് ഏരോ മാർക്ക് 1, എടാ 2ന് 2, ഓട്ടോമാറ്റിക്കിന് ഇത് എന്താടാ 3,3 അല്ലെ. ഇതും നാച്ചുറൽ നമ്പർ ആണ്, ഇതും നാച്ചുറൽ നമ്പർ ആണെന്ന് വിചാരിച്ചോ. ഫംഗ്ഷനെ കണക്ട് ചെയ്തു. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതിലുള്ള എല്ലാ ആളുകൾക്കും, ഫസ്റ്റ് സെക്ഷനിലുള്ള എല്ലാ ആളുകൾക്കും എന്തുണ്ടാ? ഇതിന് കറക്റ്റ് യുണീക്ക് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്. യുണീക്ക് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ഇതിൽ നിന്ന് എല്ലാ ആളുകൾക്കും 1 and only 1 യുണീക്ക് ഇമേജ് ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാടാ 1 1 ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്താണ് പേര്? 1 1 ഫംഗ്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് മെനി 1 ഫംഗ്ഷൻ? അത് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. വാട്ട് ഈസ് മെനി 1? വളരെ ഈസിയാണ്. അതിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഞാൻ എടുക്കാറാ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ. ഇതിലോട്ട് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? 1 സ്ക്വയർ 1 ആണ്. -1 കൊടുത്താൽ എന്താ കിട്ടുക? -1 ഹോൾ സ്ക്വയർ എത്രയാണ്? അതും 1 ആണ്. സപ്പോസ് 2 കൊടുത്താൽ എന്താ കിട്ടുക? 4 ആണ്. -2 കൊടുത്താലും എന്താ കിട്ടുക? 4. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വെൻ ഡയഗ്രം വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? 1 -1 അല്ലെ, 1 -1 2 -2. സോ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? ചുമ്മാ ഞാൻ ഇവിടെ 1ഉം 4ഉം മാത്രമേ കാണിക്കുന്നുള്ളൂ. എടാ 1 കൊടുത്താൽ 1 ആണ്, -1 കൊടുത്താൽ 1 ആണ്, 2 കൊടുത്താൽ 4 ആ, -2 കൊടുത്താൽ 4 ആ. നിങ്ങൾ നോക്കി നോക്കെ, മെനി. ഈ മെനി എന്ന് പറഞ്ഞാൽ 2 ആകുമ്പോൾ തന്നെ നമ്മൾ പറയാം മെനി, മിനിമം മെനി എന്ന് പറയാം. മെനി 1. അപ്പൊ ഇത്തരം ഫംഗ്ഷനുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നടാ? മെനി 1 ഫംഗ്ഷൻ. അപ്പൊ 1 1 എന്താന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. മെനി 1 എന്താണെന്നും കൂടെ ക്ലിയർ ആകും. റിയൽ എക്സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് എവിടെയെങ്കിലും 1 മാർക്കിന് ക്ലിക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. ഇനി ഓൺ ടു. ഈ ഓൺ കൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് നാളത്തെ എക്സാം ഫുൾ മാർക്ക് ഞാൻ ഇതിൽ ഗ്യാരണ്ടി ചെയ്യുന്നു. ഓൺ ടു ഫംഗ്ഷൻ. എടാ ഓൺ ടു ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആടാ. എടാ ഞാൻ 2 വെൻ ഡയഗ്രം ഇവിടെ കാണിക്കാം. 1 2 3 ഞാൻ ഇവിടെ കുറച്ച് നമ്പർ കൊടുക്കാം, നാച്ചുറൽ നമ്പർ കൊടുക്കാം. 1 2 3 4 1 2 3 4 കൊടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട എത്ര ഉണ്ടാ? ഞാനൊരു ഫംഗ്ഷൻ എഫ്, റിയൽ നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കട്ടെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. സോ 1 കൊടുത്താൽ കണക്ഷൻ പോകാൻ എങ്ങോട്ടാ പോവാ? 2 പോവാ. 2 കൊടുത്താൽ എങ്ങോട്ടാ പോവാ? 3 പോവാ. 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കൂട്ടോടാ? 3 കൊടുത്താൽ എങ്ങോട്ട് പോവാടാ? 4ലോട്ട് പോകും. ഇങ്ങനെയാണ് പോവാ. സോ ഒരാള് മിസ്സിങ് അല്ലെ, പാവം, ഒന്നിന് കണക്ഷൻ കിട്ടുന്നില്ല. കാരണം എന്താ? ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആയി പോയി. എക്സ് ആണെങ്കിൽ കറക്റ്റ് കണക്ഷൻ ആയിരുന്നേ, പക്ഷെ എക്സ് പ്ലസ് 1 ആയതുകൊണ്ട് നമുക്ക് 1-നൊരു കണക്ഷൻ വരുന്നില്ല. ഈ ആദ്യമുള്ള ആളെ ചുമ്മാ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ഇൻപുട്ടുകളെ ഡൊമൈൻ എന്ന് വിളിക്കും. വരാൻ ചാൻസ് ഉള്ളകളെ നമ്മൾ എന്ത് വിളിക്കും? കോഡൊമൈൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നതാണ്, കോഡൊമൈനിലെ 1 പാവം ഒറ്റക്കായി, ഇതിന് ഒരു പ്രീ ഇമേജ് ഇല്ല എന്ന് പറയാം. കോഡൊമൈനിലുള്ള 1-ന് എന്തില്ല? ഒരു പ്രീ ഇമേജ് ഇല്ല. അതിനൊരു ഇമേജ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരു കൂട്ടാളി ഇല്ല എന്ന് പറയാം. ഒരില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. അപ്പൊ എന്താ ഓൺ ടു എന്നാണ് പറഞ്ഞു വരുന്നത്? ഓൺ ടു ഫംഗ്ഷന്റെ പ്രത്യേകത എന്ത് വേണമെന്നാണ് പറയുന്നത്? കോഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും എന്തുണ്ടാവണടാ? ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാവണം. അങ്ങനെ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കും എന്ത്? ഓൺ ടു. അപ്പൊ വേറെ ഡൗട്ട് ഇപ്പൊ വരും. എല്ലാ 1 1 സാറ് പറഞ്ഞില്ല എങ്ങനെ? സാർ ഇപ്പൊ എന്താ ഈ 1 1 അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു? ഇതിലുള്ള എല്ലാ ആളുകൾക്കും ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. 1 1 ഫംഗ്ഷൻ എന്താണ്? ഒരു ഓൺ ടു ആണ്. എന്നാൽ എല്ലാ ഓൺ ടു ഫംഗ്ഷൻസും എന്തായിക്കോളന്നില്ല? 1 1 ആയിക്കോളന്നില്ല. ഓൺ ടു ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. കോഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും എന്ത് വേണം? ഒരു ഇമേജ് വേണം, ഒരു കൂട്ട് വേണം. എന്നാൽ 1 1 പറയുന്നത് എന്താണ്? ഇതിലുള്ള ഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും യുണീക്ക് ആയിട്ടുള്ള ഇമേജ് വേണം. യുണീക്ക് ആയിട്ടുള്ള ഇമേജ്. ഇപ്പൊ ഇത് യുണീക്ക് ആണോ? അല്ല. ഇത് മെനി 1 ഫംഗ്ഷനാ, യുണീക്ക് അല്ല. അല്ല, 2 ഇൻപുട്ട് ആണെങ്കിൽ ഒരു ഔട്ട്പുട്ടാ. ഇത് ഒരിക്കലും 1 1 അല്ല. അപ്പൊ ഓൺ ടു പറയുന്നത് എന്താണ്? കോഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും ഒരു കൂട്ട് വേണമെന്നേ പറയുന്നുള്ളൂ. ഒരു കൂട്ട് വേണം. അതിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു കൂട്ട് വേണം. ഇയാൾക്ക് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല.
ഒരു കൂട്ടുണ്ടാവണം, ഒരു ഇമേജ് ഉണ്ടാവണം. ഇമേജ് ഇല്ലേ അതെന്താവൂല, ഓൺ ടു ആവൂല. അപ്പൊ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നാളത്തെ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത് എന്താണ് 1-1, മെനി 1, ഓൺ ടു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, 1-1ഉം ഓൺ ടു കൂടി എന്നെ വിളിക്കുന്ന പേരാണെന്ത്, ചെല്ല പേരാണെന്ത്, ബൈജക്റ്റീവ്. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കേടാ, സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് നേരെ ഇനി ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാ എക്സാമിന് പ്രീവിയസ് ഇയർ വന്ന റിപ്പീറ്റഡ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കടാ, റീഡ് ചെയ്തോളൂ. ലെറ്റ് n be the set of natural number, consider the function f n to n defined by f of x equal to x plus 1, x belongs to natural number, prove that function is not on to function. ക്വസ്റ്റ്യൻ നോക്കേ, നോട്ട് ഓൺ ടു, ഇവിടെ കാണാം നോട്ട് ഓൺ ടു. അപ്പോൾ ഓൺ ടു എന്താണെന്ന് മണ്ടപ്പോൾ നിങ്ങളിലുണ്ട് n to n, ഡൊമൈനും കോഡൊമൈനും നമുക്കിവിടെ തന്നിട്ടുണ്ടടാ. n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചുമ്മാ 1 2 3 4 ഞാൻ എഴുതി, നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഓൺലി ആണ് ഇതിങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി f of x x plus 1 ആണ്. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1 കണക്ഷൻ എവിടേക്ക് പോകും, 2 എവിടേക്ക് പോകും, 3 എവിടേക്ക് പോകും, 4 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വേണ്ടല്ലോ. 1 + 1 2, f of 2 + 1 3. നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അതങ്ങനെ പോയി കഴിഞ്ഞാൽ 1 2 ആണ്, 2 3 ആണ്, 3 4 ആണ്, 4 5 ആണ്, 5 6 ആണ്, അങ്ങനെ പോകും. അപ്പൊ നമുക്ക് മനസ്സിലായടാ 1ന് കൂട്ടാളിയില്ല അല്ലെ, 1ന് ആരില്ല, ഫ്രണ്ട് ഇല്ല, 1ന് എന്തില്ല, ഒരു പ്രീ ഇമേജ് ഇല്ല, ഒരു ബാക്കപ്പ് ഇല്ല, പ്രീ ഇമേജ് ഇല്ല. അങ്ങനെ പ്രീ ഇമേജ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാടാ നോട്ട് എ ഓൺ ടു. കാരണം ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ നോട്ട് എ ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നോട്ട് എ ഓൺ ടു ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. സോ ആൻസർ എല്ലാവരും ഒന്ന് എഴുതിക്കോടാ, 1 belongs to നാച്ചുറൽ നമ്പർ അല്ലെ. 1 എന്താടാ, ഇതിന്റെ ആൻസർ ഇങ്ങനെ എഴുതണം, 1 belongs to, എല്ലാവരും പേപ്പർ എഴുതിക്കോട്ടോ, 1 belongs to നാച്ചുറൽ നമ്പർ ഇൻ ദി കോഡൊമൈൻ. എഴുതിക്കോ, ഇൻ ദി കോഡൊമൈൻ, ഇത് കോഡൊമൈനിലുള്ള ആളാണ്. ഇൻ ദി കോഡൊമൈൻ ഹാസ് നോ പ്രീ ഇമേജ്, therefore function is not a onto function. ഫുൾ മാർക്ക് അതിൽ കിട്ടും. ഓക്കേടാ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Second question, show that f colon -1 to 1 implies r given by f of x equal to x by x plus 1, x plus 2 is 1 1. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, 1 1 ആണെന്ന് ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. മനസ്സിലായത്? അല്ലാണ്ട് നമ്മൾ കുറെ ഡെഫിനിഷൻ പഠിച്ചിട്ട് ഇതിലുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ യുണീക്ക് ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തിയറിറ്റിക്കൽ അപ്രോച്ചാണ്. പ്രാക്ടിക്കലി പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ പ്രാക്ടിക്കലി പ്രോബ്ലം വന്നാൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്? ചുമ്മാ ഡെഫിനിഷൻ പറഞ്ഞിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടൂല. അത് വാട്ട് ഈസ് 1 1 എന്ന് ചോദിച്ചാണ്. പക്ഷെ അങ്ങനെ ഒരു ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. സോ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെ ആൻസർ ചെയ്യണം നോക്കാം. ഇവിടെ നിങ്ങൾ എങ്ങനെ 1 1 പ്രൂവ് ചെയ്യാൻ ഒരേ ഒരു ട്രിക്കേ ഉള്ളൂടാ. നമ്മൾ 2 ഇൻപുട്ടുകൾ എടുക്കാം, x1 ആൻഡ് x2 എന്ന് പറയുന്ന 2 ഇൻപുട്ടുകൾ എടുക്കാം. എപ്പോഴും എക്സാമിന് ഇങ്ങനെ എടുത്താൽ മതി. x1ഉം x2ഉം 2 ഡൊമൈനുകൾ എടുക്കാം, അല്ലെങ്കിൽ 2 ഇൻപുട്ടുകൾ എടുക്കാം. കാരണം ഇത് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം ഇത് 1 1 ആണ്. ബേസിക്കലി നിങ്ങൾ നോക്കി നോക്കെ, എക്സിന് ഞാനൊരു വാല്യൂ കൊടുത്താൽ, ഞാനിപ്പോൾ x by x plus 2 അല്ലേ, നിങ്ങൾ നോക്കി നോക്കെ, ഞാനിപ്പോൾ ഒരു 1 കൊടുത്താലും എനിക്ക് എന്താ കിട്ടുക, 1 1 plus 2 ആണ്. അപ്പോൾ 1/3 ആണ്. ഞാൻ എന്ത് വാല്യൂ കൊടുത്താലും ഷുവറാണ് എനിക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കാം. കാരണം എന്താ, x+2 ഉള്ളത് കൊണ്ടാ. എന്ത് ഞാൻ ഇൻപുട്ട് ഇട്ട് കൊടുത്താലും എനിക്ക് പുതിയ ഔട്ട്പുട്ടുകളാണ് കിട്ടുക. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം ഏത് റിയൽ നമ്പർ കൊടുക്കും. ഫോർ എക്സാമ്പിൾ 0 ഇൻക്ലൂഡിങ് 0 കൊടുത്താൽ എന്താ കിട്ടുക, 0 പ്ലസ് എന്ത് കിട്ടും, 0 + 2 കിട്ടും. ദാറ്റ് ഈസ് 0/2 കിട്ടും. 0/2 കൊടുത്താൽ ആൻസർ 0, ന്യൂമറേറ്റർ 0 ആണ് 0. സോ ഇതിൽ നമുക്ക് കൃത്യമായിട്ടൊരു വിഷനിൽ മനസ്സിലാവും എന്ത് ഇൻപുട്ട് കൊടുത്താലും അടിയിലൊരു +2 ആഡ് ഓൺ ഉള്ളത് കൊണ്ട് എന്ത് ഇൻപുട്ട് കൊടുത്താലും യുണീക്ക് ആയിട്ടുള്ള ഇമേജ് കിട്ടും എന്നുള്ളത് മനസ്സിലായി. സത്യത്തിൽ കോൺസെപ്റ്റ് ക്ലിയർ ആയി, ഇതൊരു 1 1 ആണെന്ന് ക്ലിയർ ആയി. ഇത് 1 1 എങ്ങനെ പ്രൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എക്സാമിന് ഇങ്ങനെയല്ല പറയേണ്ടത്, എങ്ങനെ ഷോ ചെയ്യാന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം. സോ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ചോ, ഞാൻ 2 ഇൻപുട്ടുകൾ എടുക്കാം. ദാറ്റ് ഈസ് x1 x2, 2 ഇൻപുട്ടുകളാണ് ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന് എന്ത് ചെയ്യുക, ഇൻപുട്ട് കൊടുക്കുക. കാണാപാടൊന്നും പഠിക്കണ്ട, അത്ര സിമ്പിളാ. അപ്പോൾ ഇവിടെ കൊടുത്ത ഇക്വേഷൻ എന്താ, ഇവിടെ x1/x1 + 2. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് കൊടുക്കാം, x1 കൊടുക്കാം. സോ ഇക്വേഷൻ നമ്പർ 1 അത്രയും പരിപാടി കഴിഞ്ഞ്. ഇനി രണ്ടാമത്തെ ഇൻപുട്ട് x2 കൊടുക്കാം. അപ്പോൾ എന്ത് വരും, x2/x2 + 2. ഇക്വേഷൻ നമ്പർ 1 പരിപാടി കഴിഞ്ഞു. 1 ഉം 2 ആയി. നമ്മൾ പറയാം എപ്പോഴും 1 1 ആണ് പ്രൂവ് ചെയ്യാൻ f of x1 = എന്തായിരിക്കോടാ, f of x2 ആയിരിക്കും. ഇത് പഠിച്ചു വെച്ചോ. ഏതൊരു പ്രോബ്ലത്തിലും 1 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ f of x1 = f of x2 ആയിരിക്കും എന്ന് എഴുതുക. അതിനുശേഷം
എഫ് ഓഫ് എക്സ് വണ്ണിന്റെ ആൻസർ എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്കറിയാം എന്താടാ, x1 by x1 plus 2 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്താടാ, x2 by x plus 2. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ, മാത്സിന്റെ റൂളാണ്. അങ്ങോട്ട് കൊണ്ടുപോകുക, ഇത് അങ്ങോട്ട് കൊണ്ടുപോകുക. കൊണ്ടുവന്നാൽ എന്ത് വരടാ, നല്ല വൃത്തിയിൽ എഴുതിക്കോട്ടാ. x1 into x2 plus 2 ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി x2 ഉണ്ട്. രണ്ടാൾക്കാരുണ്ടാകുമ്പോൾ ബ്രാക്കറ്റ് ഒക്കെ ഇടാൻ മറന്നു പോകരുത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ, എല്ലാവർക്കും അറിയാം എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാ. എഴുതിക്കോട്ടാ, x1 x2 plus 2x1. അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരടാ, x2 x1 plus 2x2. എടാ മാത്സിന്റെ റൂളാണ്, രണ്ട് സൈഡിലും ഒരേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ക്യാൻസൽ ആവും. x2 x1 x1 x2. കുറെ പേർക്ക് ഡൗട്ടാ, സാർ x1 x2 x2 x1 എങ്ങനെ? എടാ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദാറ്റ് ഈസ് 2 into 3 എന്ന് പറഞ്ഞാൽ 3 into 2 ആണ്. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആണ്. 2 into 3 6 ആണ്, ഇത് 6 ആണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ x1 x2 x2 x1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. വെട്ടിക്കോളാ, ഒരേപോലത്തെ സാധനമാണ്, കമ്മ്യൂട്ടേറ്റീവാ. പിന്നെ ബാലൻസ് എന്താ ഉള്ളത്, 2x1 ഈക്വൽ ടു 2x2. ഇനിയിപ്പോൾ അങ്ങനെ പേടിയുള്ള ഒരു ഇങ്ങോട്ട് കൊടുത്താൽ പ്ലസ് ഇങ്ങോട്ട് കൊടുത്താൽ മൈനസ് ആയി വെട്ടാട്ടോ, അതൊന്നും ആവശ്യമൊന്നുമില്ല. ഇനി നോക്കടാ, ഇതേപോലെ 2ഉം 2ഉം ക്യാൻസൽ ആയടാ, ദാറ്റ് ഈസ് x1 ഈക്വൽ ടു x2. എടാ ഇതുപോലെ x1 ഈക്വൽ ടു x2 എന്ന് താഴെ വന്നാൽ ഉറപ്പാണ് ഇത് എന്താണെന്ന് പറയാം. therefore 3 കൊടുക്കുക, ഫംഗ്ഷൻ ഈസ് 1 1. പരിപാടി കഴിഞ്ഞു, മാർക്ക് കിട്ടും. അപ്പൊ എക്സാമിന് നാളത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്താ എഴുതേണ്ടത്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നൊന്ന് ഓർത്ത് വെച്ചിട്ട് എക്സാമുകൾക്ക് പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനം x1 x2 കിട്ടിയാൽ ഫംഗ്ഷൻ ഈസ് 1 എന്ന് എഴുതിയാൽ മുഴുവൻ മാർക്കും 2 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം, നമുക്ക് സമയമില്ല, പെട്ടെന്ന് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് f colon n to n given by f of x equal to 2x is 1 1 but not on 2. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ടെൻഷൻ. 1 1 എന്നാൽ ഇതൊരു ഓൺ ടു അല്ല. ഓക്കെ, നമുക്ക് എങ്ങനെ പ്രോബ്ലം നോക്കാം. എടാ നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നോക്കിയാൽ എടാ ഇവിടെ 2 വന്നത് കൊണ്ട് നമുക്ക് ഏത് ഇൻപുട്ട് കൊടുത്താലും ഇപ്പൊ 2 into 1 നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ഞാൻ 2 കൊടുത്താൽ എന്താ കിട്ടാം, 2 into 2 4. ഈ 2 ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെന്നെ വാല്യൂ കൊടുത്താലും, ഇപ്പൊ 2 ഇല്ലെങ്കിലും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആവും, എക്സ് ആണെങ്കിലും നമുക്ക് വ്യത്യസ്ത ഔട്ട്പുട്ടാണ് കിട്ടുക. 2 ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെന്നെ ഇൻപുട്ട് കൊടുത്താലും യുണീക്ക് ആയിട്ടുള്ള പുതിയ ഇമേജുകളാണ് നമുക്ക്, അല്ലെങ്കിൽ ഔട്ട്പുട്ടുകളാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇതൊരു 1 1 ആണെന്ന് നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് പറയാമാണ് എന്ന്. ഓക്കെ, പക്ഷെ കോമൺ സെൻസ് വെച്ചിട്ട് പറഞ്ഞാൽ കാര്യമുണ്ടോ, ഇല്ലതാനും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, കോമൺ സെൻസ് നടക്കൂല. നമ്മൾ പഴയ മെത്തേഡ് തന്നെ എഫ് ഓഫ് x1 ഈക്വൽ ടു എന്താന്ന് പ്രൂവ് ചെയ്യണം, x2 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ആ സെയിം ഇക്വേഷൻ നേരത്തെ പറഞ്ഞില്ലേ. ചുമ്മാ 2 ഇൻപുട്ട് കൊടുക്കുക, എഫ് ഓഫ് x1 കൊടുക്കുക, അപ്പൊ എന്ത് കിട്ടോടാ, 2x1. എഫ് ഓഫ് x2 കൊടുക്കുക, എന്ത് കിട്ടോടാ, 2x2. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ ചുമ്മാ, രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ എന്ത് കിട്ടോടാ, 2x1 equal to 2x2. 2 cancel. Finally, x1 equal to x2. Therefore, function is എന്ത് പറയടാ, 1 1. പരിപാടി കഴിഞ്ഞു, വളരെ ഈസി, 1 1 ആണ്. പക്ഷേ ഇനി ഇവിടുത്തെ കോമഡി അതല്ല. കോമഡി 1 1 ഓക്കെ, ബട്ട് ഓൺ ടു എങ്ങനെ എക്സാമിന് വന്നാൽ പ്രൂവ് ചെയ്യാന്നുള്ള വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കുക, ഇവർ പറയുന്നുണ്ട് n to n ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, n to n. അപ്പൊ ഞാൻ ഇതൊക്കെ ചുമ്മാ വായിച്ചു കളയുന്നത് ഒക്കെ നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എടാ n to n എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കേ, ഇവിടെ n നാച്ചുറൽ നമ്പർ ആടാ, ഇവിടെ നാച്ചുറൽ നമ്പർ കൃത്യമായിട്ട് ഞാൻ എഴുതുന്ന നാച്ചുറൽ നമ്പറുകൾ എഴുതുന്നുണ്ട് 1 2 3 4 5. എടാ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കൊടുത്താൽ എന്താ കിട്ടാന്ന് പറ, 1 കൊടുത്താൽ 2, 2 കൊടുത്താലോ പറ 4, 3 കൊടുത്താലോ 6 കൂടെ വരട്ടെ, 3 കൊടുത്താൽ എന്താ 6. എടാ ഇങ്ങനെ പോകുമ്പോൾ ആരൊക്കെ ഇതിൽ മിസ്സായി പോകുന്നുണ്ട് പാവങ്ങൾ. 5 പാവം ഒറ്റപ്പെട്ടു, 3 പാവം ഒറ്റപ്പെട്ടു, 1 പാവം ഒറ്റപ്പെട്ടു. ഓൺ ടുവിന്റെ കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചൊക്കെ. ഈ പാവങ്ങൾക്ക് എന്തില്ലടാ, കൂട്ടില്ല. ആർക്കൊക്കെ കൂട്ടില്ല, 1 3 5 7 ഇങ്ങനെ പോകും. ഇവന്മാർക്കൊന്നും എന്ത് കൂട്ടില്ല, നാച്ചുറൽ അതായത് ഡൊമൈനിൽ കൂട്ടില്ല എങ്കിൽ ഇതെന്താവൂല, ഓൺ ടു ആവൂല. കൂട്ടില്ല, അത് കോഡമയിലുള്ള ആളുകൾക്ക് ഒരു പ്രീ ഇമേജ് ഇല്ലെങ്കിൽ എന്താവൂല, ഓൺ ടു ആവൂല. കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് ഫുൾ മാർക്ക് ഉറപ്പാണ്, മനസ്സിലായ? സോ ഇതിന്റെ ആൻസർ ചുമ്മാ എഴുതിക്കോടാ, ഇതിന്റെ ഫൈനൽ കീ ആയിട്ട് നിങ്ങൾ എങ്ങനെ ഇതിന്റെ ആൻസർ എഴുതിക്കോടാ. അതായത് നമുക്കിത് എങ്ങനെ കൃത്യമായിട്ട് ഒന്നിങ്ങനെ പിക്ചർ വരച്ചിട്ട് നമുക്കിങ്ങനെ ഞെട്ടിച്ച് കാണിച്ചു കൊടുക്കാം. പക്ഷേ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, മാത്തമാറ്റിക്കലി എഴുതണം. ശ്രദ്ധിച്ചോ, അതായത് നിങ്ങൾ മനസ്സിലാക്കാം, ഈ 1 എഴുതിക്കോ, 1 belongs to നാച്ചുറൽ നമ്പർ ആണല്ലോ. ഇത് എന്തിലുള്ളതാണ്, ദ കോഡൊമൈനിലുള്ളതെന്ന് പറയാം. കോഡൊമൈൻ 1 belongs to നാച്ചുറൽ നമ്പർ, ദി കോഡൊമൈൻ എന്ന് എഴുതാം, ദി കോഡൊമൈൻ ഓഫ് ഫംഗ്ഷൻ.
ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രസന്റ് ചെയ്യണോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. എന്നിട്ട് പറയാം എന്ത്, എഫ് ഓഫ് എക്സ് 1 ആവോ ഇല്ലേ. അപ്പൊ കുറെ പേര് ഡൗട്ട്, സാർ എന്റെ എഫ് ഓഫ് എക്സ് 1 ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അതായത് എഫ് ഓഫ് എക്സ് ഒരു കാരണവശാലും 1 ആവൂല എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ കൊടുക്കുന്ന ഔട്ട്പുട്ട് എഫ് ഓഫ് എക്സ് 1 ആവൂല എന്ന് പറഞ്ഞാൽ 1 ആവാത്തോണ്ട് കാണാമല്ലോ 1ന് കൂട്ടില്ലാത്തത്. അപ്പോൾ ഒന്നുകിൽ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് പറയാം 3 എന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് പറയണം 5. ഇത് നിങ്ങളുടെ ചോയ്സ്, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ 7 ഇങ്ങനെ പോകും. അപ്പോൾ ചുമ്മാ ആദ്യത്തെ തന്നെ എടുത്ത് അപ്ലൈ ചെയ്താൽ മതിയടാ. എഫ് ഓഫ് എക്സ് ഒരു കാരണവശാലും എന്താവൂല 1 ആവുന്നില്ല. കാരണം എന്താ, എഫ് ഓഫ് എക്സ് ഇപ്പോൾ എഫ് ഓഫ് എക്സ് 1 ആവുന്നില്ല എന്ന് ജസ്റ്റ് എഴുതുക. അതിനുശേഷം എഫ് ഓഫ് എക്സ് എന്താന്ന് നമുക്കറിയാം, പറ. എഫ് ഓഫ് എക്സ് എന്താ, ക്വസ്റ്റ്യനിൽ പറടാതാ. എഫ് ഓഫ് എക്സ് എന്താ 2x ആ. 2x = 1. അപ്പൊ എക്സ് എന്താ കിട്ടുക 1/2. നിങ്ങൾ നോക്കിയാൽ എക്സ് 1/2 ഇതിൽ വരുമോ? വരില്ല. കാരണം നാച്ചുറൽ നമ്പർ മാത്രമേ പറയുന്നുള്ളൂ. ഡൊമൈനും കോഡൊമൈനിലും നാച്ചുറൽ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ വെണ്ടക്കാശ്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സ് = 1/2 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു എന്തെന്ന് പറയടാ, നാച്ചുറൽ നമ്പർ. Therefore ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഇങ്ങനെ വേണം എക്സാമിന്, നാളത്തെ എക്സാമിന് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ. അപ്പൊ ഷുവറാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഇത് വളരെ ഈസി ആയിട്ട് നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യടാ, ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹാപ്പിയാന്ന് വിചാരിക്കുന്നത്, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല ടെൻഷൻ ഒന്നും വേണ്ട, വളരെ കൂളായിട്ട് ജസ്റ്റ് കോൺസെപ്റ്റ് പഠിക്കുക. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റൂടാ, സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ലൈക്ക് തരണം കേട്ടോ. നിങ്ങൾ ലൈക്ക് തന്നാൽ ഒരുപാട് പുതിയ പുതിയ വീഡിയോകൾ ഇന്ന് തന്നെ വരും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും നാളത്തെ എക്സാമിന് വലിയൊരു ഉപകാരമാവും. ഓക്കേടാ, നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാടാ.